ഇൻസ്പയർ ടേബിളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അടമാങ്ങ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അടമാങ്ങ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അടമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആദ്യമായിട്ട് ഞാൻ അടമാങ്ങയാണ്. 2 കപ്പ് അടമാങ്ങയാണ്. ഇത് ചെറുതായിട്ട് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് ഉണക്കി വെച്ചിരിക്കുന്നതാണ്. ഇതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് വെള്ളം ഞാൻ ഇതിലോട്ട് അഴിയുകയാണ്. ഈ കട്ടി കുറഞ്ഞ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കുന്നത്. നന്നായിട്ട് ഇളക്കി എല്ലാത്തിലും ഒന്ന് വെള്ളം കവിഞ്ഞ് കിടക്കുന്ന രീതിയിലാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാവുന്നതാണ്. അതിനുശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഇത് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ ഇവിടെ അരമണിക്കൂറിന് ശേഷമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അരമണിക്കൂർ കൂടുതൽ വെള്ളത്തിലിട്ടാൽ ഒരു പക്ഷേ ഇത് ഭയങ്കരമായിട്ട് സോഫ്റ്റായിട്ട് പോയിട്ട് ആ ഒരു ക്രിസ്പിനെസ് നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ കിട്ടില്ല. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഓരോരുടെ എരിക്ക് അനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ 2.5 ടീസ്പൂണാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി അടുത്തത് ആവശ്യമായിട്ടുള്ള ഉപ്പ് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ചുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഞാൻ ചെയ്യുന്ന വീഡിയോസൊക്കെ ആദ്യം തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിലൂടെ ക്ലിക്ക് ചെയ്യുക. ഇനി ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി പൊട്ടിയതിന് ശേഷം കടുകെല്ലാം പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒന്ന് വരട്ടിയെടുക്കാവുന്നതാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ അളവ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ആ ഒരു അച്ചാറിന് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒരു ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഇതുപോലെ ഒരു കളറായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ആ പൊടികളെല്ലാം കൂടി ഞാനിപ്പോൾ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വിനെഗർ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ്. നന്നായിട്ട് ചൂട് പിടിക്കേണ്ടതുണ്ട്. വിനെഗറും അതോടൊപ്പം തന്നെ ആ പൊടിയും എല്ലാം കൂടി ഒന്നായിട്ടൊന്ന് മിക്സായി കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരുന്ന അടമാങ്ങ ചേർത്ത് കൊടുക്കാം. അടമാങ്ങയിൽ ഒഴിച്ചിരുന്ന കുറച്ച് വെള്ളം കൂടി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. അവർ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്തൊരു അല്പം ഉപ്പ് കുറവുള്ളതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഉപ്പ് ചേർത്തത്. നേരത്തെ ഉണങ്ങിയ സമയത്ത് നന്നായിട്ട് ഉപ്പിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടമാങ്ങ അച്ചാർ വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിലുണ്ടാക്കാം. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സാധാ മാങ്ങ അച്ചാറിനെക്കാട്ടിലും നന്നായിട്ട് ഉണങ്ങിയത് കൊണ്ട് തന്നെ അത്രത്തോളം രുചിയും കൂടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. കമൻസൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ്